പ്രിയപ്പെട്ടവരെ, നേച്ചർ സയൻസ് ആൻഡ് മോറിൻ്റെ 99ാമത് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അഗ്നിനാളം പോലെ ശോഭിക്കുന്ന ഒരു ലില്ലിപ്പൂവ് കണ്ടിട്ടുണ്ടോ? മേന്തോന്നി എന്ന പ്രാദേശിക നാമത്തിൽ അറിയപ്പെടുന്ന ഗ്ലോറി ലില്ലി എന്ന സസ്യത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നാം ചർച്ച ചെയ്യുന്നത്. കീത്തോന്നി, പറയൻ ചെടി എന്നീ പ്രാദേശിക നാമങ്ങളിലും അറിയപ്പെടുന്ന ഈ സസ്യത്തെ ശാസ്ത്രഭാഷയിൽ ഗ്ലോറിയോസ സൂപ്പർബ എന്ന് വിളിക്കുന്നു. മറ്റ് സസ്യങ്ങളിൽ കൂടി പടർന്നു കയറുന്ന ഈ സസ്യത്തിൻ്റെ മറ്റു പേരുകളാണ് ഗ്ലോറിയോസ ലില്ലി, ടൈഗർ ക്ലോ, ഫയർ ലില്ലി, ഫ്ലെയിം ലില്ലി, ക്രീപ്പിംഗ് ലില്ലി, ക്ലൈംബിംഗ് ലില്ലി എന്നിവ. കോൾച്ചിക്കേസിയെ സസ്യകുടുംബത്തിൽ ഉൾപ്പെടുന്ന ഈ സസ്യത്തെ സംസ്കൃതത്തിൽ ലാംഗ്ലി, ശക്രപുഷ്പി, അഗ്നിശിഖ, ഹരിപ്രിയ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. ഹിന്ദിയിൽ കലിഹാരി, കലിയാരി എന്നീ പേരുകളിലും അറിയപ്പെടുന്നു. തമിഴിൽ കലായി, കാന്തൽ എന്നിങ്ങനെ വിളിക്കപ്പെടുന്ന ഈ സസ്യത്തെ തെലുഗു ഭാഷയിൽ ആദ എന്ന് വിളിക്കപ്പെടുന്നു. വടക്കേ ആഫ്രിക്ക ഒഴികെയുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളും ഇന്ത്യ ഉൾപ്പെടെയുള്ള ഏഷ്യയിലെ ഉഷ്ണമേഖലാ പ്രദേശങ്ങളും തെക്കൻ മധ്യ ചൈനയും സസ്യത്തിൻ്റെ ജന്മദേശങ്ങളാണ്. ഉഷ്ണമേഖലാ വനങ്ങൾ, കുറ്റിക്കാടുകൾ, പുൽപ്രദേശങ്ങൾ എന്നിങ്ങനെ വൈവിധ്യമാർന്ന ആവാസ വ്യവസ്ഥകളിൽ വളരാൻ സാധിക്കുന്ന ഈ സസ്യം വളക്കൂറില്ലാത്ത മണ്ണിലും വളരുന്നു. 2500 മീറ്റർ ഉയരമുള്ള പ്രദേശങ്ങളിലും ഇവയ്ക്ക് വളരാൻ സാധിക്കും. പൂക്കൾ അതിമനോഹരമാണ്. പൂക്കളുടെ ഭംഗി കാരണം അലങ്കാര ചെടിയായും വളർത്തുന്നു. വിരിയുമ്പോൾ മഞ്ഞ നിറത്തിലുള്ള പൂക്കൾ പിന്നീട് കടും ചുവപ്പോ ഓറഞ്ച് കലർന്ന ചുവപ്പോ ആയി മാറുന്നു. ദളങ്ങൾ വളഞ്ഞ് പിരിയുന്നു. വേലികളിലും കുറ്റിച്ചെടികളിലും പടർന്നു കയറുന്ന ഈ സസ്യം പൂവണിഞ്ഞു നിൽക്കുന്ന കാഴ്ച അതിമനോഹരമാണ്. വിരിഞ്ഞു നിൽക്കുന്ന പുഷ്പത്തിന് 7 മുതൽ 9 സെന്റിമീറ്ററോ അതിലധികമോ വ്യാസം ഉണ്ടായിരിക്കും. ഇലകൾ 7 മുതൽ 9 സെന്റിമീറ്റർ നീളത്തിലും 2.5 സെന്റിമീറ്റർ വീതിയിലും കാണപ്പെടുന്നു. ഇലകളുടെ അഗ്രം രൂപാന്തരം പ്രാപിച്ച് സ്പ്രിങ് പോലെ ആയിരിക്കുന്നു. ശാസ്ത്രഭാഷയിൽ ഈ രൂപാന്തരത്തെ ടെൻഡ്രിൽ എന്ന് വിളിക്കുന്നു. ഇത് സസ്യത്തെ പടർന്നു കയറാൻ സഹായിക്കുന്നു. സസ്യകാന്ഡം ഏതാണ്ട് 4 മീറ്ററോളം ഉയരത്തിൽ വളരുന്നു. ഇലകൾ ആൾട്ടർനേറ്റ് രീതിയിലോ എതിർ ദിശകളിലോ ആയി ക്രമീകരിച്ചിരിക്കുന്നു. ചില ഇലകൾക്ക് 13 മുതൽ 20 സെന്റിമീറ്റർ വരെ നീളം ഉണ്ടാകാം. പൂക്കളിലെ കേസരങ്ങൾ 4 സെന്റിമീറ്റർ വരെ നീളമുള്ളവയാണ്. അവയുടെ അറ്റത്ത് നീളമുള്ള പരാഗികൾ കാണപ്പെടുന്നു. പരാഗിയിൽ ധാരാളം പരാഗരേണുക്കൾ ഉണ്ടായിരിക്കും. മാംസളമായ റൈസോമിൽ നിന്നുമാണ് പുതിയ സസ്യങ്ങൾ ഉണ്ടാവുന്നത്. സസ്യത്തിൻ്റെ കിഴങ്ങുകൾ നീളമുള്ളതും പെൻസിലിൻ്റെ വണ്ണമുള്ളവയുമാണ്. മാർച്ച്, ഏപ്രിൽ മാസങ്ങളിലാണ് കിഴങ്ങുകൾ നടേണ്ടത്. ജൂലൈ, സെപ്റ്റംബർ മാസങ്ങളിൽ പൂക്കൾ ഉണ്ടാവുന്നു. തമിഴ്നാടിൻ്റെ ഔദ്യോഗിക പുഷ്പമാണ് ഗ്ലോറി ലില്ലി. ലക്നൌവിലെ നാഷണൽ ബൊട്ടാണിക്കൽ ഗാർഡനിൽ ഇവയുടെ 70ഓളം ഇനങ്ങൾ നട്ടുവളർത്തുന്നുണ്ട്. മറ്റ് സ്ഥലങ്ങളിൽ ഇവ
കാട്ടുചെടിയായി വളരുന്നു. സസ്യത്തിൻ്റെ ഫലം പച്ച കലർന്ന മഞ്ഞ നിറത്തിലുള്ള ക്യാപ്സ്യൂൾ ആണ്. ഇവ 6 മുതൽ 12 സെൻറ്റിമീറ്റർ വരെ നീളമുള്ളതും ചുവന്ന വിത്തുകൾ ഉൾക്കൊള്ളുന്നവയുമാണ്. പ്രധാനമായും 3 ഇനങ്ങളാണ് പൂന്തോട്ടങ്ങളിൽ വളർത്തുന്നത്. ലൂട്ടിയ, ഇവയുടെ പൂക്കൾ മഞ്ഞ നിറത്തിലുള്ളവയാണ്. സിട്രിന, ഇവയുടെ പൂക്കൾക്ക് മഞ്ഞയും ചുവപ്പും കലർന്ന നിറമായിരിക്കും. നാന, ഈ കൂട്ടത്തിലെ കുള്ളൻ ഇനമാണ് ഇത്. ഉഷ്ണവീര്യവും കടുരസവും സ്നിഗ്ധഗുണവുമുള്ള ഈ സസ്യത്തിൻ്റെ ഔഷധയോഗ്യമായ ഭാഗം മൂലകാന്ഡമാണ്. അടിമുടി വിഷകാരിയാണ് ഈ സസ്യം, പ്രത്യേകിച്ച് കിഴങ്ങുകൾ. ആഹരിക്കാൻ ഇടയായാൽ മനുഷ്യനും മറ്റു മൃഗങ്ങൾക്കും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാം. ഛർദി, അതിസാരം, ഉദരവേദന, ഹൃദയസ്തംഭനം എന്നിവ. എങ്കിലും പാമ്പിൻ വിഷത്തിന് ഔഷധമായി സസ്യഭാഗങ്ങൾ ഉപയോഗിക്കുന്നു. നിരവധി ആൽക്കലോയിഡുകൾ സസ്യത്തിൽ അടങ്ങിയിട്ടുണ്ട്. കോൾച്ചിസൈൻ, 3-ഡൈമീഥൈൽ കോൾച്ചിസൈൻ, കോൾച്ചിക്കോസൈഡ്, ഗ്ലോറിയോസിൻ എന്നിവ. ഇവയിൽ കോൾച്ചിസൈൻ എന്ന ആൽക്കലോയിഡ് സസ്യത്തെ വിഷകാരിയാക്കി മാറ്റുന്നു. അലോപേഷ്യ അഥവാ അധികമായ മുടികൊഴിച്ചിലിന് ഇത് കാരണമായി തീരുന്നു. സസ്യത്തിൻ്റെ കിഴങ്ങുകൾ പലപ്പോഴും മധുരക്കിഴങ്ങ് അഥവാ സ്വീറ്റ് പൊട്ടറ്റോ ആയി തെറ്റിദ്ധരിക്കാറുണ്ട്. അങ്ങനെയാണ് ഇവ ആഹരിക്കപ്പെടുന്നത്. പാരമ്പര്യ വൈദ്യശാസ്ത്രത്തിൽ നീർക്കെട്ട്, വന്ധ്യത, മുറിവുകൾ, പാമ്പുകടി, അൾസറുകൾ, വാതം, കോളറ, STDs അഥവാ സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് എന്നിവയ്ക്ക് ചികിത്സയ്ക്കായി സസ്യഭാഗങ്ങൾ ഉപയോഗിക്കുന്നു. ഗർഭിണികളിൽ അബോർഷൻ ഉണ്ടാവാൻ സസ്യഭാഗങ്ങൾ കാരണമായേക്കാം. നൈജീരിയയിൽ അമ്പുകളിൽ വിഷം പുരട്ടുന്നതിനും ഇന്ത്യയിൽ പാമ്പുകളെ അകറ്റാൻ ഉപയോഗിക്കുന്ന സ്നേക്ക് റിപ്പല്ലൻ്റായും സസ്യഭാഗങ്ങൾ ഉപയോഗിക്കുന്നു. സിംബാബ്വേയുടെ ദേശീയ പുഷ്പമായ ഗ്ലോറി ലില്ലി തമിഴ്നാട്ടിൽ കാർത്തികൈ പൂ എന്ന് അറിയപ്പെടുന്നു. കാരണം തമിഴ്നാട്ടിലെ കാർത്തികൈ മാസത്തിലാണ് സസ്യം വളരുന്നത്. വിത്ത് മുളപ്പിച്ചും കിഴങ്ങ് നട്ടും പുതിയ സസ്യങ്ങൾ ഉണ്ടാക്കാം. സസ്യത്തെ ബാധിക്കുന്ന പ്രധാന രോഗങ്ങളാണ് ലീഫ് ബ്ലൈറ്റ്, ട്യൂബർ റോട്ട് അഥവാ കിഴങ്ങ് ചീയൽ എന്നിവ. വനങ്ങളിൽ സർവ്വസാധാരണമായി വളരുന്ന ഈ സസ്യത്തിന് മാർക്കറ്റിൽ വലിയ ഡിമാൻഡാണ്. മരുന്ന് നിർമ്മാണത്തിന് വേണ്ടിയിട്ടാണ് പല സ്ഥലങ്ങളിലും ഇവ വളർത്തുന്നത്. ശ്രീലങ്കയിൽ വളരെ അപൂർവമാണ് ഈ സസ്യം. ഒറീസയിൽ വംശനാശത്തിൻ്റെ വക്കിലാണ്. എന്നാൽ മറ്റിടങ്ങളിലെല്ലാം ഇവയെ ഒരു അധിനിവേശ സസ്യമായിട്ടാണ് കരുതുന്നത്. വിഷകാരിയാണെങ്കിലും അധിനിവേശ സസ്യമാണെങ്കിലും മനോഹരമായ പൂക്കളുണ്ടാവുന്ന ഒരു ഗ്ലോറി ലില്ലി നമ്മുടെ പൂന്തോട്ടത്തിലും വളരട്ടെ. വീഡിയോ ആസ്വദിക്കൂ, ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. മറ്റൊരു സസ്യത്തിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി.